ഹേയ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഒരുപാട് ലേഡീസ് ആൻഡ് ഗേൾസ് പലപ്പോഴും ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമുണ്ട്. മുഖം എങ്ങനെ തിളങ്ങും? നമ്മുടെ ശരീരത്തിന് എങ്ങനെ നല്ലൊരു പ്രകാശം ലഭിക്കും? മേക്കപ്പ് യൂസ് ചെയ്യാതെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് എങ്ങനെ കിട്ടുമെന്നൊക്കെ. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മൾ കാണുന്നത് ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് ഒക്കെയാണ്. വില കൂടിയ ക്രീമുകൾ, സെറം, ഫേഷ്യലുകൾ, മേക്കപ്പുകൾ ഇതെല്ലാം ഉപയോഗിച്ചാൽ മാത്രമേ ഒരാൾ ബ്യൂട്ടിയാകൂ എന്നൊരു ധാരണ പലരുടെയും മനസ്സിൽ ഇൻജെക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് ഒരു പ്രത്യേക വെളിച്ചം അല്ലെങ്കിൽ പ്രത്യേക നൂറ് നമുക്ക് കാണാറുണ്ട്. അതുപോലെ അവരോട് സംസാരിക്കുമ്പോൾ ഒരു സമാധാനം, ആശ്വാസമൊക്കെ തോന്നാറുണ്ട്. അത് അവർ മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടല്ല. അവരുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നും. അവരുടെ സംസാരത്തിൽ, പുഞ്ചിരിയിൽ, പെരുമാറ്റത്തിൽ ഒരു പ്രകാശം നമുക്ക് അനുഭവപ്പെടും. അതാണ് നമ്മൾ പലപ്പോഴും പറയുന്ന നൂർ അല്ലെങ്കിൽ വെളിച്ചം എന്നത്. പക്ഷേ നമ്മളൊരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇസ്ലാമിൽ പറയുന്ന നൂർ എന്നത് വെളുത്ത നിറമോ അല്ലെങ്കിൽ മുഖത്തിൻ്റെ നിറം മാറുന്നതോ അല്ല. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഈമാൻ, അള്ളാഹുവിനോടുള്ള അടുപ്പം, നല്ല സ്വഭാവം, ശുദ്ധമായ ജീവിതം എന്നിവയുടെ ഫലമായി അല്ലെങ്കിൽ റിസൾട്ടായി അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ് നൂർ എന്നത്. അതുകൊണ്ടാണ് ചിലരെ കാണുമ്പോൾ തന്നെ നമുക്ക് ബഹുമാനം തോന്നുന്നത്. അവർ സംസാരിക്കാതെ നിൽക്കുമ്പോഴും അവരുടെ മുഖത്ത് ഒരു സമാധാനം കാണാം. അത് ഒരു ക്രീമിനും ഒരു ഫേഷ്യലിനും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു സൗന്ദര്യമാണ്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇതേക്കുറിച്ചാണ്. ഇസ്ലാം അനുവദിച്ച പരിധിക്കുള്ളിൽ വ്യക്തി ശുചിത്വവും അലങ്കാരവും നല്ല കാര്യങ്ങളാണ്. എന്നാൽ യഥാർത്ഥ നൂർ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഏത് ശീലങ്ങളാണ് മുഖത്തിന് പ്രകാശം നൽകുന്നത്? എന്തൊക്കെയാണ് ആ ഒരു നൂർ ഇല്ലാതാക്കുന്നത്? നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മുടെ മുഖത്തും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലും പ്രകടമാക്കാം? ഇതെല്ലാം നമുക്ക് പതുക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാളും മാസങ്ങളോളം നമസ്കാരം അവഗണിക്കുന്ന ഒരാളും ഒരുപോലെയാണോ? ഖുർആനുമായി ദിവസേന ബന്ധമുള്ള ഒരാളുടെയും ഖുർആൻ ഒരിക്കലും തുറക്കാത്ത ഒരാളുടെയും ഹൃദയം ഒരുപോലെയാണോ? അള്ളാഹുവിനെ നിരന്തരം സ്മരിക്കുന്ന ഒരാളുടെയും ദിനം മുഴുവൻ പാപങ്ങളിലൂടെയും അശ്രദ്ധയിലൂടെയും ജീവിക്കുന്ന ഒരാളുടെയും മനസ്സിൽ ഒരേ സമാധാനമാണോ ഉണ്ടാകുന്നത്? അല്ല. ഇതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൃദയം പ്രകാശിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് അത് നമ്മുടെ മുഖത്തും കാണാം. മനസ്സ് ശുദ്ധമാകുമ്പോൾ സംസാരത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വരും. അള്ളാഹുവിനോട് അടുക്കുന്ന ഒരു ചുവടും മനുഷ്യൻ്റെ ലൈഫിന് ഒരു പുതിയ പ്രകാശം നൽകും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ മുഴുവൻ കാണുക. കാരണം ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് മനസ്സിലാകും, യഥാർത്ഥ സൗന്ദര്യം എന്നത് നമ്മൾ കണ്ണാടിയിൽ കാണുന്നതല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ വിലയുള്ള ഹൃദയം സ്വന്തമാക്കുന്നത് ആണ് എന്ന്. അങ്ങനെയൊരു ഹൃദയം ലഭിച്ചാൽ അതിൻ്റെ നൂർ മുഖത്തും നമ്മുടെ ലൈഫിലും തീർച്ചയായും പ്രതിഫലിക്കും. ഫ്രണ്ട്സ്, ഇന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് സൗന്ദര്യം നമ്മുടെ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി എന്നാണ്. എന്നാൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് സൗന്ദര്യം അല്ലെങ്കിൽ ബ്യൂട്ടി എന്നത് ആദ്യം ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത് എന്നാണ്. ഒരാൾ മണിക്കൂറുകളോളം കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാം, വില കൂടിയ ക്രീമുകൾ വാങ്ങാം, മേക്കപ്പ് ചെയ്യാം. അതെല്ലാം താൽക്കാലികമായി ഒരു മാറ്റം നിങ്ങൾക്ക് നൽകും. പക്ഷേ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഭയമില്ലെങ്കിൽ, നമസ്കാരമില്ലെങ്കിൽ, ഖുർആനുമായി ബന്ധമില്ലെങ്കിൽ, നാവ് എപ്പോഴും ഗീബത്തിലും കള്ളത്തിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളിലുമാണെങ്കിൽ ആ ഒരു യഥാർത്ഥ നൂറ് നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അതേസമയം ഒരുപക്ഷെ ഒരു സാധാരണ വസ്ത്രം ധരിക്കുന്ന അധികം അലങ്കാരങ്ങളൊന്നുമില്ലാത്ത ഒരു മുസ്ലിം സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവളുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരു സമാധാനം തോന്നും. അവൾ സംസാരിക്കുമ്പോൾ നമുക്ക് അവരോട് ആദരവ് തോന്നും. അവളുടെ പുഞ്ചിരിയിൽ പോലും ഒരു പ്രത്യേക ഭംഗി കാണാം. അത് അവൾ വാങ്ങിയ സൗന്ദര്യമല്ല, അത് അള്ളാഹു അവൾക്ക് നൽകിയ അനുഗ്രഹമാണ്. അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുന്ന ഓരോ ചുവടും മനുഷ്യനെ മനോഹരനാക്കുന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് 2 റക്അത്ത് നമസ്കരിച്ച് കണ്ണീരോടെ ദുആ ചെയ്യുന്ന ഒരാളുടെ മുഖത്ത് നൂർ വരാതിരിക്കില്ല. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ലൈഫിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാകാതിരിക്കില്ല. ദിവസവും ഖുർആൻ തുറന്ന് വായിക്കുന്ന ഒരാളുടെ ഹൃദയം പ്രകാശിക്കാതിരിക്കില്ല.
ചിലപ്പോൾ നമുക്ക് തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ തോന്നാം, എൻ്റെ മുഖം പഴയതുപോലെയല്ല, എനിക്കൊരു തിളക്കമില്ല എന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ക്രീം അല്ലെങ്കിൽ എന്തെങ്കിലും ഫേഷ്യൽ ട്രൈ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ലൈഫ് തന്നെ പരിശോധിച്ച് നോക്കുക. നമസ്കാരം സമയത്ത് ചെയ്യുന്നുണ്ടോ? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പറയുന്നുണ്ടോ? ഖുർആൻ ദിവസവും വായിക്കുന്നുണ്ടോ? ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ തയ്യാറാണോ? നമ്മുടെ ഹൃദയത്തിൽ അസൂയയോ അഹങ്കാരമോ ഉണ്ടോ? ഈ ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് മനസ്സിലാക്കുക. കാരണം മുഖത്തിൻ്റെ നൂർ എന്നത് ഹൃദയത്തിൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്രണ്ട്സ്, നമുക്ക് ഇന്നു മുതൽ ഒരു ചെറിയ തീരുമാനമെടുക്കാം. ഒരു ദിവസം പോലും നമസ്കാരം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കാം. ദിവസവും കുറച്ച് പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാം. നാവിനെ ഗീബത്തിൽ നിന്ന് കാക്കാം. കൂടുതൽ ഇസ്തിഗ്ഫാർ പതിവാക്കാം. മാതാപിതാക്കൾക്കായി ദുആ ചെയ്യാം. ആരെയും വെറുക്കാതെ ജീവിക്കാൻ പരിശ്രമിക്കാം. ഈ ഒരു ചെറിയ മാറ്റങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമ്മുടെ ലൈഫിലും നമ്മുടെ മുഖത്തും പ്രകടമാകും. ഫൈനലി നിങ്ങളോട് ഒരു കാര്യം പറയാം. കണ്ണാടിയിൽ കാണുന്ന സൗന്ദര്യം ഒരു ദിവസം മങ്ങും. യൗവനം ഒരു ദിവസം അവസാനിക്കും. മേക്കപ്പും ഒരു ദിവസം കഴുകിക്കളയും. പക്ഷേ അള്ളാഹു ഒരു അടിമയുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്ന നൂർ ഈ ലോകത്തും അനുഗ്രഹമാണ്, പരലോകത്തും വിജയത്തിലേക്കുള്ള പ്രകാശമാണ്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ. നമ്മുടെ മുഖങ്ങളിൽ ഈമാനിൻ്റെ നൂർ നൽകട്ടെ. നമ്മുടെ ലൈഫിൽ ബറക്കത്ത് നിറയ്ക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.